ഡ്യൂക്ക് 390യുടെ ക്യാരക്ടർ ഏകദേശം ഉള്ളൊരു വണ്ടിയാണ്. ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് മനസ്സിലായതാണ്. ഈ ഡ്യൂക്ക് 390 ആരാ ഇങ്ങനെ പറയാൻ? ഇങ്ങനെയാണ് ഡ്യൂക്ക് 390 ആരാ? ഡ്യൂക്ക് 390 നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വീട്ടുകാരെ നിർബന്ധിച്ച് നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4-5 ഘടകങ്ങളുണ്ട്. പിന്നെ ആർ ടി എക്സ് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യാത്തൊരു വണ്ടിയാണ്. യൂട്യൂബിൽ റിവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി NS400 2 ലക്ഷത്തിന് താഴെയല്ലേ. പക്ഷെ അവിടെ അവർ ആ പണി മനസ്സിലാക്കുന്നില്ല. അതായത് പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുമ്പം ബിഗിനർ ഫ്രണ്ട്ലി വണ്ടി വാങ്ങണം, അതുപോലെ തന്നെ പവർ കൂടിയ വണ്ടി വാങ്ങരുത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ചെവി തരുമായിരുന്നു. ഉള്ളതായിരുന്നു. പണ്ടൊക്കെ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുമ്പോൾ ഫസ്റ്റ് വണ്ടി ഡ്യൂക്ക് 200 എന്നൊക്കെ പറഞ്ഞാൽ കാലം വണ്ടി, അല്ല NS ഒക്കെ എടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ പൾസറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ നല്ല പവറുള്ള വണ്ടി അതൊന്നും എടുക്കരുത്. ഇന്ന് കാലം മാറി. ഇന്ന് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെല്ലാവരും കണക്കാക്കുന്ന വണ്ടികളൊക്കെയാണ് ഇതൊക്കെ. ഒരു ബെസ്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ ഡ്യൂക്ക് 200ഉം NS200ഉം ഇപ്പോൾ ഡ്യൂക്ക് 250 പോലും ഇപ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർ കണക്കാക്കുന്നു, ആൾക്കാരെടുക്കുന്നു, ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ഇന്നും നമുക്കൊരിക്കലും ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ സംഭവം തഴഞ്ഞ് കളയാൻ പറ്റത്തില്ല. അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള വണ്ടികൾ നല്ല വില കുറവിൽ കിട്ടുന്നൊരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടം. NS400, RTX, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മുന്നിലുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും വണ്ടി എന്താണ്, വണ്ടിയുടെ പവർ എന്താണ്, ഏതൊക്കെ വണ്ടിയാണ് നല്ലത്, ആർക്കൊക്കെയാണ് ആപ്റ്റ് എന്നതൊക്കെ അറിയായിരിക്കും. സ്റ്റിൽ 10% ആൾക്കാർ സ്റ്റിൽ ഇപ്പോഴും എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ബ്രോ ഞാനൊരു സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഞാൻ ഫസ്റ്റ് വണ്ടിയായിട്ട് ഇന്ന വണ്ടി എടുക്കുന്നത് നല്ലതാണോ? ഞാൻ അവരോടൊക്കെ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നിങ്ങൾ സ്കൂട്ടറിൽ നിന്ന് ഇനി എത്ര കാലം കഴിഞ്ഞാലും സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നൊരു വ്യക്തി അത്യാവശ്യം മാന്യമായിട്ടുള്ള പവറുള്ള വണ്ടി പോയി എടുക്കാൻ പാടില്ല. കാരണം അതിനൊരു ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും ഒരു കോണി കയറുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് ഏറിപ്പോയാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഡയറക്റ്റ് കാല് വയ്ക്കും. ഒരു 3 സ്റ്റെപ്പ് മുകളിലോട്ട് ഫസ്റ്റിൽ കയറാൻ നോക്കിക്കഴിഞ്ഞാൽ കഴിവുള്ളവർ കയറും, ഭാഗ്യമുള്ളവർ കയറും. പക്ഷേ അവിടെ റിസ്ക് ഉണ്ട്, വീഴാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കാനായിട്ട് പാടില്ല. സോ അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ട് ഉള്ള കുറച്ച് വണ്ടികൾ, അതായത് നമ്മുടെ ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രീംലി ഇച്ചിരി ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ള വണ്ടികൾ സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നൊരു വ്യക്തിക്ക്, ഇപ്പം 100 cc ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക്, 125 cc ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിക്ക് 200 ഡ്യൂക്കും 250 ഡ്യൂക്കും 300 cc വേണമെങ്കിലും എടുക്കാം, RTR 300 ഒക്കെ ആണെങ്കിലും എടുക്കാം. പക്ഷേ സ്കൂട്ടറിൽ നിന്ന് വരുന്നൊരു വ്യക്തി യൂട്യൂബൊക്കെ ഇരുന്ന്, നമ്മളെക്കാളും ഇപ്പം ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ റിവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി NS400 2 ലക്ഷത്തിന് താഴെയല്ലേ. പക്ഷെ അവിടെ അവർ ആ പണി മനസ്സിലാക്കുന്നില്ല. അതായത് ഏകദേശം കഴിഞ്ഞ വർഷം 2025 ഇറങ്ങിയ വണ്ടിക്ക് 43 bhpയും 36 ടോർക്കിനെടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരു ക്ലോസ് ടു Gen 2 ഡ്യൂക്ക് 390യുടെ ഒരു പവർ, ഏകദേശം ഒരു ക്യാരക്ടറുള്ളൊരു വണ്ടിയാണ് NS400 നേരത്തെ വെർഷൻ. ഇപ്പോൾ 350 ആക്കി, സ്റ്റിൽ അത് പവർഫുൾ തന്നെയാണ്. നാളെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിൻ്റെ റിവ്യൂ ഉടൻ തന്നെ വരും. അപ്പം ആൾക്കാർ നോക്കുമ്പോൾ 2.5 ലക്ഷത്തിന് താഴെ 400 cc വിത്ത് മാസീവ് പവർ. ഇതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വീട്ടുകാരെ നിർബന്ധിച്ച് നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4-5 ഘടകങ്ങളുണ്ട്. വണ്ടിയുടെ ഹൈറ്റ് നിങ്ങൾ നോക്കണം, നിങ്ങളുടെ കാലിന് പറ്റുന്നുണ്ടോ, വണ്ടിയുടെ പവർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. പവറൊക്കെ കൺട്രോൾ ആവും, കുറച്ച് നാളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1-2 സ്റ്റെപ്പൊക്കെ കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺട്രോൾ ആവും. വേറെ കാര്യം, മൈലേജ്, മെയിൻ്റനൻസ്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് നടന്ന പോലുള്ള മൈലേജ് ഒന്നും ആയിരിക്കത്തില്ല ഒരു 400 cc. അതെല്ലാവർക്കും അറിയാം. നിങ്ങൾ പിന്നെ അവസാനം വണ്ടി ഉപയോഗിക്കാതാവും, വണ്ടി വിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എന്താണെന്ന് മനസ്സിലാക്കി, കൂട്ടുകാർ ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ട് എനിക്ക് അവരെക്കാളും കൂടിയ പവറുള്ള വണ്ടി വേണമെന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു വണ്ടി എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം, ഓടിക്കാം. സിറ്റിയിലൊക്കെ ഉള്ള ഓട്ടത്തിന് നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. ഒരു ദിവസം നല്ല കിലോമീറ്റർ ഓടും, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴത്തേക്ക് തന്നെ ഒരു ദിവസം 50-60 കിലോമീറ്റർ എങ്ങനെ പോയാലും ഓടും. ഒരു +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അത്രയും ഓടണമെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് അത്യാവശ്യം എണ്ണ അടിക്കാൻ പൈസ വേണം. അപ്പോൾ എണ്ണ അടിക്കാൻ പൈസ വേണം. ഈ NS400 അത്രയും എണ്ണ അടിക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി എത്ര രൂപയുടെ വരുമാനം വേണം, ആലോചിച്ച് നോക്കിയേ. മെയിൻ്റനൻസ് ഒക്കെ പിന്നെ പോട്ടെ, അതെങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്യാം.
അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഫസ്റ്റിലത്തെ വണ്ടി NS400 ആണ്. സ്കൂട്ടറിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നൊരു വ്യക്തി NS400 വരാൻ ചാൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. സ്കൂട്ടറിൽ നിന്ന് വരുന്നൊരു വ്യക്തിക്ക് NS400 സജസ്റ്റ് ചെയ്തില്ല. പിന്നെ RTX ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യാത്തൊരു വണ്ടിയാണ്. അത് വണ്ടിയുടെ കുഴപ്പം കൊണ്ടല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വണ്ടി വേറെ മോഡാണ്. കാര്യം 2 ലക്ഷത്തിന് താഴെ എന്ന് പറയുമ്പോൾ തന്നെ അഡ്വഞ്ചർ പ്രേമികൾ ഇപ്പോൾ തന്നെ ചാടി വീണ് വണ്ടി ഹെവി ബുക്കിംഗ് ആയിരിക്കാം. പക്ഷേ ഒരു തുടക്കക്കാരൻ വണ്ടി നോക്കുമ്പോൾ എന്താ ഒരു ലുക്ക് ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡൊക്കെ പോലത്തെ ഒരു ലുക്ക് 2 ലക്ഷത്തിന് താഴെ ബേസ് വേരിയൻ്റ് കിട്ടുന്നു. 300 cc 36 bhp എടുത്തങ്ങോട്ട് അലക്കാം. വണ്ടിയുടെ ഹൈറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് അല്ല, അഡ്വഞ്ചറാണ് CC അല്ല, അഡ്വഞ്ചറാണ്. അതിനനുസരിച്ചുള്ള ഹൈറ്റ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർ സ്കൂട്ടർ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആ വണ്ടി ഹാൻഡിൽ ചെയ്ത് നടക്കത്തില്ല മക്കളെ. അതുകൊണ്ട് തന്നെ ഡെയിലി ബുദ്ധിമുട്ടാവും. ഈ പറഞ്ഞ പോലെ 3 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് 4ത്തെ സ്റ്റെപ്പിലോട്ട് അടുപ്പിച്ച് കയറാൻ നോക്കിക്കഴിഞ്ഞാൽ വീഴാൻ ചാൻസ് ഉള്ളതുപോലെ അതിൻ്റെ പവറൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്നും മാരക പവറുള്ള വണ്ടികളൊന്നും അല്ല. നിങ്ങൾ ഇതൊക്കെ ഓടിച്ച് ശീലിച്ച് നിങ്ങൾ ഒരു 500-600 cc വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പവർ എന്താണെന്നുള്ളത്. ബട്ട് ഞാൻ പറയാൻ കാര്യം സ്കൂട്ടറിൽ നിന്ന് വരുന്ന വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ ഈ 2 വണ്ടികളാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നത്. NS400 ആദ്യം ഇറങ്ങിയ സമയത്ത് ആർക്കും വേണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര ഡിമാൻഡായിരിക്കുകയാണ്, എല്ലാവരും ആ വണ്ടിയെ നോക്കുന്നത്, RTX ഒക്കെ. കാര്യം എന്താ, വിലക്കുറവും നല്ല ഫീച്ചേഴ്സും. അതുകൊണ്ടാണ് ഈ 2 വണ്ടിയുടെ പേര് ആദ്യം തന്നെ എടുത്ത് പറഞ്ഞത്. 3ാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഗർലാണ്. ഗർലയെ സംബന്ധിച്ചിട്ട് നല്ല വണ്ടിയാണ്. യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി. ഇപ്പം റോഡിൽ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് ഗൊറില്ല. അത് ഒരു ഡ്യൂക്ക് 390യുടെ ക്യാരക്ടർ ഏകദേശം ഉള്ളൊരു വണ്ടിയാണ്. ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് മനസ്സിലായതാണ്. ഈ ഡ്യൂക്ക് 390 ആരാ ഇങ്ങനെ പറയാൻ? ഇങ്ങനെയാണ് ഡ്യൂക്ക് 390 ആരാ? ഡ്യൂക്ക് 390 ഒരു ബെഞ്ച് മാർക്ക് ഓൾറെഡി ഈ ഒരു സെഗ്മെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചു കാലൻ എന്നുള്ളത്. അതുകൊണ്ടാണ് അതിനെ കമ്പയർ ചെയ്ത് ഇതിനെയൊക്കെ പറയുന്നത് കേട്ടോ. അല്ലാതെ അത് വലിയ സംഭവമായിട്ട് പറയുന്നതല്ല. ആ ഒരു ക്യാരക്ടർ ഉള്ളൊരു വണ്ടിയാണ് ഗൊറില്ലായും ഫസ്റ്റ് വണ്ടിയായിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല. ഒരു 100 cc ഒക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് നല്ല രീതി ഉണ്ടെങ്കിൽ ഗൊറില്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പവർ ഒന്ന് കൺട്രോൾ ആവാൻ 2 ആഴ്ചയൊക്കെ ഒന്ന് സെറ്റ് എടുക്കും. 2 ആഴ്ച അല്ലെങ്കിൽ 2 മാസമൊക്കെ സെറ്റാകും. ഈ പറഞ്ഞ എല്ലാ വണ്ടികളും 100-125 cc ഒക്കെ ഓടിച്ച് കഴിഞ്ഞാൽ പഴയ കാലഘട്ടമൊന്നുമില്ല. ഇപ്പം പിള്ളേരൊക്കെ ആപ്റ്റ് ആവുന്നുണ്ട്, പവറുമായിട്ട് ആവുന്നുണ്ട്. ഫസ്റ്റിൽ തന്നെ ചാടി കയറി കൈയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമേ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ ഡ്യൂക്ക് 390 അതിപ്പോൾ 350 ഇറങ്ങിയിട്ടുണ്ട്. 390R എന്ന് പറഞ്ഞ പഴയ വേരിയൻ്റുണ്ട്. രണ്ടും വിഷയമാണ്. ഏതെടുത്താലും പണി കിട്ടും. പണി കിട്ടുമെന്ന് ഞാൻ ദൈവമൊന്നുമല്ല മുൻകൂട്ടി കാണാൻ. വണ്ടിക്ക് അപാര പവറാണ്. അതെടുത്തു കഴിഞ്ഞാൽ മൈലേജിൻ്റെ വിഷയം കൊണ്ടും അതുപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ് വിഷയം കൊണ്ടും വണ്ടിയുടെ ആ ഒരു ത്രോട്ടിലൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് സിങ്കായി വരാൻ കുറച്ച് സമയം എടുക്കും. എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? ഒരു 125-150 cc ഒക്കെ ഓടിച്ചൊന്ന് ആ വണ്ടിയുടെ ഒരു ക്യാരക്ടർ, ഒരു 200 cc ഒക്കെ ഓടിച്ചൊന്ന് ആ വണ്ടിയുടെ ഒരു സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കി, ബൈക്ക് ഗിയർ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് 390 വരുന്നില്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ വണ്ടികളൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യാത്തത്. ഇതൊക്കെയാണ് ആൾക്കാർ മെയിനായിട്ടും സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ എടുക്കാൻ നിൽക്കുന്നത്. പിന്നെ സ്പീഡ് 400 ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ സ്കൂട്ടറിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തില്ല. ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ മെയിനായിട്ടും ആൾക്കാർ വാങ്ങാൻ ചാൻസ് ഉള്ള വണ്ടികളുടെ പേര് മാത്രമാണ് എടുത്തു പറഞ്ഞേക്കുന്നത്. സ്പീഡ് 400 ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ട്രയംഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ട്രയംഫാണ് തീർച്ചയായിട്ടും. അത് വേറെ കാര്യം. സോ നിങ്ങൾക്ക് ഇതുപോലെ തോന്നിയ വണ്ടികൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. RTR 310 ഉണ്ട്. അങ്ങനെ ഒരുപാട് നിരവധി വണ്ടികളൊക്കെ ഉണ്ട്. എല്ലാ വണ്ടിയുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുതലാകത്തില്ല. ഇനി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സ്കൂട്ടറിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്യൂക്ക് 160 ഉണ്ട്, MT-15 ഉണ്ട്, അതുപോലെ തന്നെ RTR 160 4V ഉണ്ട്, ഒരു R15 V4 ഉണ്ട്. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും പവറിനൊന്നും ഒരു കുറവില്ല. സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും നല്ല പവറുള്ള വണ്ടികളൊക്കെ തന്നെയാണ് ഈ വണ്ടികൾ. NS 160, N160, N250 ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്യും. അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ തന്നെയാണ്. ഇതൊക്കെ ക്ലാസ് ലീഡിംഗ് ആയിട്ട് പവർ ചെയ്യുന്ന വണ്ടികളൊക്കെ തന്നെയാണ്. നിങ്ങൾ പവർ കുറഞ്ഞ വണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ പോക്കറ്റിൽ പെട്രോൾ അടിക്കാനും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും കമ്പയർ ടു 400 cc ഒക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പവറും കുറച്ചൊക്കെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യും. അതൊക്കെ ഓടിച്ച് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും ധൈര്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ, വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.